അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 ഇന്നത്തോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. ഇത് അവസാനിച്ചോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇത് അവസാനിച്ചിട്ടില്ല. ഇതൊരു തുടക്കമാണ്. അതായത് ഏഷ്യാനെറ്റിലും ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലും ഒക്കെ അവസാനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇനിയൊരു യുദ്ധം തന്നെ നടക്കാൻ പോവുകയാണ്. കാരണം അത്രയധികം കോൺട്രവേഴ്സികൾ ക്രിയേറ്റ് ചെയ്ത ഒരു സീസണാണ്. അപ്പോൾ പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇനി കാണാൻ പോകുന്നത് ഇവർ തമ്മിലുള്ളൊരു യുദ്ധം തന്നെയാണ്. ഒരു വാർ തുടങ്ങിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഇനി പലരും ലൈവുകൾ വരും, പലരും പല വെളിപ്പെടുത്തൽ വരും, അതിനുള്ള മറുപടികളായിട്ട് പലരും വരും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഇതൊരു ബിഗിനിങ് ആണ്. ഇന്നലെ ജാസ്മിൻ്റെ വാപ്പ ആയാലും സീക്രട്ട് ഏജന്റ് ആയാലും ഇവരെല്ലാം എന്തൊക്കെയോ പറയാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പുറത്തിറങ്ങിയ പ്രസ്മിൻ ജാസ്മിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ വരാം, പുറത്ത് വരാം, കുറച്ച് കാര്യങ്ങളെല്ലാം പറയാം. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും കുരുപൊട്ടുന്ന രീതിയിലുള്ളൊരു റിസൾട്ടായിരുന്നു ഇന്നത്തെ ജിൻഡോക്ക് കപ്പടിക്കുന്ന ഒരു സിറ്റുവേഷൻ. കാരണം അവസാന നിമിഷം വരെ അവരാരും പ്രതീക്ഷിച്ചില്ല. ആ ഒരു വോട്ടിങ് കാണിക്കുന്ന ഒരു സംഭവം വരെ അവിടെ വോട്ടിങ്ങിൻ്റെ ഇത് എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിലൊന്നും കാണിച്ചില്ല. ഈ ഒരു സീസണിൽ അത് എടുത്ത് കാണിച്ചതെന്ന് പറഞ്ഞാൽ അത്രയും കോൺട്രവേഴ്സി വോട്ടിങ്ങിൻ്റെ പേരിൽ ഉണ്ടായതുകൊണ്ടാണ്. ഈ റോബോട്ടിക് വോട്ടുകളൊക്കെ അടിച്ച് കയറ്റിയതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഈ റോബോട്ടിക് വോട്ടൊന്നും അടിച്ച് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്നവരോട് ഞാൻ പറയുന്നത് വെച്ചാൽ അത് പോസിബിളാണ്. അതായത് ഇത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പരിപാടിയല്ല. ആർക്ക് ഇതൊക്കെ ചിന്തിച്ച് ചെയ്യാൻ കഴിവുള്ള ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. ഈ റോബോട്ടിക് വോട്ടൊക്കെ അടിച്ച് കയറ്റാന്ന് പറഞ്ഞാൽ വളരെ പുഷ്പം പോലെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ ഒരു ഓഡിറ്റിംഗ് ടീമിനെ അവർ, അതായത് നമ്മുടെ കൺട്രിയിലേ അല്ല, പുറത്തൊരു കൺട്രിയിലേ ഉള്ള, അതായത് നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള കൺട്രികളിലുള്ള ടീമുകളെ കൊണ്ട് അവർ വോട്ടിങ് നല്ല രീതിയിൽ ഓഡിറ്റ് ചെയ്തിട്ടാണ് ഒരു റിസൾട്ട് വെക്കുന്നത്. അത് റോബോട്ടിക് വോട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് നോർമൽ ഈ വോട്ടിങ്ങിലൊക്കെ ഒരു അട്ടിമറി കാണിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഇതുപോലൊരു ഓഡിറ്റ് ടീമിനെ അവിടെ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ ജിൻഡോ കപ്പ് തൂക്കിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ അതെന്ന് വെച്ചാൽ ചരിത്രമാണ്. അത് അത്രക്ക് അടിപൊളിയാണ്. അത് ഒരു ഹീറോയിസം തന്നെയാണ്. സത്യം ആ ഒരു മൊമെന്റ്സ് ഒക്കെ എപ്പിസോഡിൽ കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ രോമാഞ്ചം വരുന്ന ഇതായിരുന്നു. ഒരു സിനിമയിലൊക്കെ ഒരു മാസ് സീൻ കാണുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു. കാരണം അത്രയധികം പുള്ളി അതിൻ്റെ അകത്ത് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് അവിടെ എത്തിയിരിക്കുന്നത്. മണ്ടനെന്ന് പറഞ്ഞ് അവാർഡ് കൊടുത്ത ആ ഒരു സിറ്റുവേഷനിൽ തന്നെ അയാൾ ആ ഒരു അവാർഡ് വാങ്ങിച്ചെടുത്ത്, ബിഗ് ബോസ് സീസൺ 6 വിന്നർ എന്നുള്ള അവാർഡ് വാങ്ങിച്ചെടുത്ത്. അത് ഹീറോയിസമാണ്, പക്ക ഹീറോയിസം. അപ്പോൾ ബിഗ് ബോസ് ഹൗസിലുള്ള കഥകളെല്ലാം തീർന്നു. ഇനി പുറത്താണ് നടക്കാൻ പോകുന്നത്. ജിൻഡോ കപ്പ് തൂക്കുന്ന സിറ്റുവേഷനിൽ പോലും കൂടുതൽ നേരം കാണിച്ചത് ജാസ്മിൻ്റെ വാപ്പയാണ്. അപ്പോൾ ഇന്നത്തെ ഷോ ഡയറക്റ്റ് ചെയ്ത് ആരാണെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഇതുവരെ ഡയറക്റ്റ് ചെയ്ത് ആരെങ്കിലും പിടിച്ച് ഏൽപ്പിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം കഴിഞ്ഞ മുൻ സീസണിലുണ്ടായിരുന്ന മറ്റേ ലക്ഷ്മിപ്രിയയുടെ എവിക്ഷൻ, ക്ലാസിക് എവിക്ഷൻ, അതിനുശേഷം മാസമായിട്ടുള്ളൊരു എവിക്ഷൻ കിട്ടിയിരിക്കുന്നത് ഇന്ന് ജാസ്മിനാണെന്ന് തന്നെ പറയണം. കാരണം അത്ര അടിപൊളിയായിരുന്നു. പട്ടിക്കൂട്ടി പൂട്ടിയിട്ട് തൂക്കിക്കൊണ്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ. അതായത് ഒരു ക്ലാസിക് എവിക്ഷൻ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് ജാസ്മിൻ അതിൻ്റെ അകത്ത് നിന്ന് പുറത്ത് പോയി. ജാസ്മിൻ ഏകദേശം ആ ഒരു വോട്ടിങ്ങിൻ്റെ ഗ്രാഫ് കാണിച്ചപ്പോൾ തന്നെ ജാസ്മിൻ മനസ്സിലായി. കാരണം ഒരു വീക്കിൽ പോലും ജാസ്മിൻ ടോപ്പിൽ വന്നിട്ടില്ല. ജാസ്മിൻ ആ ഒരു റിസൾട്ട് കണ്ടപ്പോൾ തന്നെ ജാസ്മിൻ തകർന്നു. ജാസ്മിൻ മനസ്സിലായി ഇനി അവിടെ ഒരു നിലനിൽപ്പില്ല. കാരണം നമ്മുടെ ശ്രീതു ആയാലും അർജുനായാലും ഇവരെല്ലാവരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വോട്ടിങ്ങിൽ കയറിയിട്ടുണ്ട്. സിജോ അങ്ങനെ ഒരുപാട് പേര് വോട്ടിങ്ങിൽ കയറിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ജാസ്മിൻ ഒരു വീക്ക് പോലും കയറിയില്ല എന്നാണ് ഓർക്കേണ്ടത്. അപ്പോൾ ജാസ്മിൻ അതിൻ്റെ അകത്ത് കളിച്ചത് പ്രേക്ഷകർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ജാസ്മിനെ വെച്ച് അവർ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. ജാസ്മിനെ വെച്ച് അവർ TRP റേറ്റ് നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയണം. അത് ജാസ്മിനെ അവർ ശ്രമിക്കുക. അതായത് ഒരു ലേഡി ബിഗ് ബോസ് വേണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഈ സീസൺ 6 ഉണ്ടായിരുന്നു. അതിന് വേണ്ടി അവർ തിരഞ്ഞെടുത്ത ഒരാളാണ് ജാസ്മിൻ. ജാസ്മിന് വേണ്ടി അതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ജാസ്മിനെ ജയിപ്പിക്കാൻ നോക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ കൊണ്ടെത്തിച്ചു. അവസാന നിമിഷങ്ങളിൽ അത് ചോദ്യം ചെയ്തു. ഇതുപോലെ ക്വാളിറ്റി ഇല്ലാത്ത ഒരാളെയാണോ നിങ്ങൾ വിന്നറാക്കാൻ സെലക്ട് ചെയ്തത് എന്ന് ചോദ്യം ചെയ്യുന്ന സിറ്റുവേഷനിൽ അവിടെ കളികളെല്ലാം പാളുന്ന ഒരു സിറ്റുവേഷനായിരുന്നു ജാസ്മിൻ ഉണ്ടായിരുന്നത്. ലേഡി ബിഗ് ബോസ് വേണം എന്ന് ഉറച്ചൊരു ഇതിൽ തന്നെയാണ് ഈ സീസൺ 6 തുടങ്ങിയത്. പക്ഷെ അവിടെ എല്ലാവരുടെയും പ്രതീക്ഷ തകർത്ത് ജിൻഡോൻ്റെ ഒരു കുതിച്ച് കയറ്റമായിരുന്നു. കാരണം പ്രേക്ഷകരെ ഏറ്റെടുത്തു. ആരൊക്കെ എത്രയൊക്കെ നെഗറ്റീവ് ജിൻഡോയെ പറ്റി പറഞ്ഞാലും പുള്ളി അതിൻ്റെ അകത്ത് ചെയ്തു വെച്ച കാര്യങ്ങൾ വെച്ച് പുള്ളി അല്ലാണ്ട് വേറൊരാളില്ല, അതിൻ്റെ ഒപ്പത്തിന് നിൽക്കാൻ പറ്റിയ ഒരാളില്ല കപ്പ് ഉയർത്താനായിട്ട്. കാരണം ഒരു BB മെറ്റീരിയൽ അല്ലാത്തൊരാൾ വന്ന് കപ്പടിക്കാന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഫാമിലിയൊക്കെ വന്നിരുന്ന ഓരോ ഇപ്പോൾ ജാസ്മിൻ്റെ വാപ്പയായാലും അർജുൻ്റെ ഫാമിലി ആയാലും എല്ലാവരും ഇതിനു വേണ്ടി ഒരുപാട് പരിശ്രമിച്ചപ്പോൾ ജിൻഡോയുടെ അപ്പച്ചനും അമ്മച്ചും വീട്ടിൽ വെറുതെ സിമ്പിളായിട്ട് അവരവിടെ ഇരുന്നു. അവർ പറഞ്ഞു അവൻ എവിടെ പോയാലും വിജയിച്ചിട്ടേ വരാറുള്ളൂ, അപ്പോൾ അതുകൊണ്ട് അവൻ ഇവിടെയും വിജയിക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അവർക്ക് അതുപോലെ ഇറങ്ങി കിടന്ന് കളിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയം ജാസ്മിൻ്റെ വാപ്പ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. ഗബ്രിയെ കൂട്ടിയിരുത്തുന്നു, സായിയെ കൂട്ടിയിരുത്തുന്നു,
അതായത് ഈ സായിയൊക്കെ ജാസ്മിനെ പറ്റി എന്തോ പറഞ്ഞു വീഡിയോ ചെയ്തതിന് സായിക്കെതിരെ കേസ് കൊടുക്കാൻ തല്ലിക്കൊല്ലോ എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളാണ് ജാസ്മിൻ്റെ പാപ്പ. പിന്നെ ഗബ്രിയെ വിളിച്ച തെറി നമ്മളെല്ലാവരും കേട്ടതാണ്. ജാസ്മിൻ്റെ പാവാട തൂങ്ങി നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് തെറി പറഞ്ഞ ആളാണ്. ഇവരെല്ലാം കൂട്ടുപിടിച്ചിരുത്തി ഒരു വാപ്പ ഒരു മകൾക്ക് വേണ്ടി, മകളെ ഒരു കപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം കൂട്ടുപിടിച്ച് അടുത്തിരുത്തിയപ്പോൾ ഓരോ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതെന്തായാലും ഒരു സാറ്റിസ്ഫൈങ് മൊമെന്റ് ആയിരുന്നു ജാസ്മിൻ്റെ എവിക്ഷൻ. കാരണം ആ ഒരു കൂട്ടിലിട്ട് എടുത്തിട്ട് പോകുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ കോമഡി സീനായിരുന്നു. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്ക് ഇനി കൂടുതൽ വിവരങ്ങൾ, ഇനി ഒരുപാട് കാര്യങ്ങൾ ഇനി നടക്കാൻ പോകുന്നുണ്ട്. സീസൺ 6 അവസാനിച്ചിട്ടില്ല. ഇതെല്ലാം ഒരു തുടക്കമാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഓരോ കോൺട്രവേഴ്സി വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അതുവരെ ബൈ.